സിറ്റി സർക്കുലർ ഇ ബസ്സുകൾ നഗരത്തിലേക്ക് തിരിച്ചുപിടിക്കുമെന്ന് കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരമേൽക്കുന്നതോടെ നഗരസഭയുടെ സഹായത്തോടെ കെ.എസ്.ആർ.ടി.സിക്ക് വാങ്ങി നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ വീണ്ടും ചർച്ചാ വിഷയമായി. നഗരസഭ പരിധിയിൽ സർവീസ് നടത്തേണ്ട ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് ഓടിക്കുന്നതിനെതിരെ പുതിയ ഭരണസമിതി ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മേയർ വി രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ നഗരത്തിലെ ഈ ബസ്സുകളെ തിരിച്ചുപിടിക്കാനുള്ള കർശന നടപടി ഉടൻ സ്വീകരിക്കും. കോർപ്പറേഷനുമായുള്ള ധാരണയ്ക്ക് വിരുദ്ധമായി കെ.എസ്.ആർ.ടി.സി നടത്തുന്ന ഏകപക്ഷീയമായ നിലപാടുകൾ അംഗീകരിക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ ഗതാഗത സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഹരിത നഗരം എന്ന ആശയം നടപ്പിലാക്കാനുമാണ് സിറ്റി സർക്കുലർ ഇ ബസ് സംവിധാനം കൊണ്ടുവന്നത്. ഓഫീസുകൾ, ആശുപത്രികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് 10 രൂപ നിരക്കിൽ ആരംഭിച്ച ഈ സർവീസ് ജനകീയമായി മാറി. 113 ഇലക്ട്രിക് ബസ്സുകളാണ് സിറ്റി സർക്കുലറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ കെ.എസ്.ആർ.ടി.സി പരിഷ്കരണത്തിന്റെ ഭാഗമായി കരാർ ലംഘിച്ച് ബസ്സുകൾ നെടുമങ്ങാട്, ആറ്റിങ്ങൽ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തി തുടങ്ങി. നഗരത്തിലെ വീതി കുറഞ്ഞ ഇടറോഡുകൾക്ക് അനുയോജ്യമായിരുന്ന ചെറിയ ഈ ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് യാത്ര തുടങ്ങിയതോടെ പേരുമാറ്റി സിറ്റി ഫാസ്റ്റ് എന്ന പേരിൽ അവതരിപ്പിക്കുകയും നിരക്ക് ഉയർത്തുകയും ചെയ്തു. ഈ ബസ്സുകളുടെ പ്രവർത്തന ചെലവ് കുറവായതിനാൽ കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്താനാകുമെന്നതിനിടയിൽ റൂട്ടുകൾ മാറിയതോടെ നഗരത്തിലെ പ്രായമായ യാത്രക്കാരുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. മുൻ ഭരണസമിതി ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നെങ്കിലും കാര്യമായ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. പുതിയ ഭരണസമിതി നഗരത്തിലെ ഗതാഗത ആവശ്യങ്ങൾക്ക് അനുസൃതമായി രൂപകൽപ്പന ചെയ്ത സിറ്റി സർക്കുലർ റൂട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സൂചന നൽകി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.